സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ബാബയുടെ മുന്നിൽ എത്തിച്ചേർന്നപ്പോൾ ഇന്ന് വചനത്തിൽ ബാബയുടെ സമീപത്ത് വളരെയധികം സുന്ദരമായ അലങ്കരിക്കപ്പെട്ട ഭോഗിൻ്റെ താലങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ബാബ വിശേഷിച്ച് ഗുരുവാർ ദിവസത്തിൽ തൻ്റെ കുട്ടികളുടെ അടുത്ത് ബാബയുടെ സെൻറ്റേഴ്സിൽ ഏതെല്ലാം സേവാസ്ഥാനങ്ങൾ ഉണ്ടോ ആ സെൻറ്റേഴ്സിലും ചുറ്റി സഞ്ചരിക്കുന്നു, ഭോഗം സ്വീകരിക്കുന്നു. ബാബ പറഞ്ഞു, എപ്രകാരമാണോ തുടക്കത്തിൽ ബാബ തൻ്റെ കുട്ടികളുടെ ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ഫൗണ്ടേഷൻ ശക്തമാക്കി പുരുഷാർത്ഥവും ചെയ്യിച്ചു. ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ഫൗണ്ടേഷൻ ശക്തമാക്കി. എന്നാൽ ഇപ്പോൾ സമയമനുസരിച്ച് പുരുഷാർത്ഥവും ഓർമ്മയും സേവനവും നടന്നുകൊണ്ടിരിക്കുകയാണ്, സേവനവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശേഷിച്ച് ബാബ കുട്ടികളുടെ ഓർമ്മയുടെയും പുരുഷാർത്ഥത്തിൻ്റെയും ചാർട്ട് നോക്കുകയാണ്. ബാബ പറഞ്ഞു, തങ്ങളുടേതായ രീതിയിൽ ആര് ഏത് സ്ഥാനത്താണോ എവിടെ ഇരിക്കുകയാണെങ്കിലും, ലൗകിക സ്ഥാനത്ത് ആണെങ്കിലും ചെറിയ സ്ഥാനത്ത് ആണെങ്കിലും എല്ലാവരും സേവനവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുരുഷാർത്ഥവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാബ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കുണ്ഠം കാണിച്ചു. ആ കുണ്ഠത്തിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ, ചില കുറവുകൾ ആൾക്കാർ ഇട്ടുകൊണ്ടിരിക്കുന്നതായി കണ്ടു. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ലോകത്തിൽ എപ്പോഴാണോ യജ്ഞം സ്ഥാപിക്കുന്നത്, യജ്ഞം രചിക്കുന്നത്, അതിൽ ഏതെല്ലാം സപ്താഹങ്ങൾ നടത്തുന്നുവോ, ഒരു മാസം നടത്തുന്നു, 15 ദിവസം നടത്തുന്നു, അതിലും കഥകൾ കേൾപ്പിക്കുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു, സേവനവും ചെയ്യുന്നു, ദാനപുണ്യവും ചെയ്യുന്നു. എന്നാൽ അവസാനം യജ്ഞത്തിൽ സ്വാഹ ചെയ്യുമ്പോൾ തങ്ങളുടെ കുറവുകളും ബലഹീനതകളും തങ്ങളുടെ ഉള്ളിൽ നിന്നും ക്ഷമാപൂർവം അതിൽ അർപ്പിക്കുന്നു. ആ കുറവുകളെല്ലാം യജ്ഞത്തിൽ സ്വാഹ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ശരിക്കും ഇതേ പ്രകാരത്തിൽ ബാബയും തൻ്റെ കുട്ടികളുടെ പുരുഷാർത്ഥവും യോഗവും സേവനവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാബ പറഞ്ഞു, വർത്തമാന സമയത്ത് കുട്ടികൾ വിശേഷ രൂപത്തിൽ സ്വയം പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ബാബ രചിച്ച ഈ യജ്ഞത്തിൽ അനേകം കുട്ടികളുടെ പലതരത്തിലുള്ള കുറവുകളെ ബാബ സ്വാഹ ചെയ്യിച്ചിട്ടുണ്ട്. കുട്ടികളും അത് സ്വാഹ ചെയ്തിട്ടുണ്ട്. ബാബ പറഞ്ഞു, സമയമനുസരിച്ച് യജ്ഞം നടന്നുകൊണ്ടേയിരിക്കും, കുട്ടികൾ പുരുഷാർത്ഥവും ചെയ്തുകൊണ്ടിരിക്കും, യോഗവും ചെയ്തുകൊണ്ടിരിക്കും, സേവനവും ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ എവിടെയെങ്കിലും അല്പമെങ്കിലും തൻ്റെ കുറവുകളോ ദൗർബല്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയും സ്വാഹ ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കണം. എത്രത്തോളം സ്വാഹ ചെയ്യുമോ, എത്രത്തോളം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമോ, അത്രയും കുട്ടികളായ നിങ്ങളുടെ യോഗശക്തിയുടെ തിളക്കം സ്വയമേ തന്നെ തിളക്കം കൊണ്ടുവരും. താങ്കളുടെ ജീവിതത്തിൻ്റെ തിളക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ബാബ ഈ ദൃശ്യം എമർജ് ചെയ്തപ്പോൾ ബാബ കുട്ടികളായ നമ്മളിൽ എന്താഗ്രഹമാണോ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പിന്നീട് ആ യജ്ഞത്തിൽ നിന്നും ചിലത് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതായി തോന്നി. വളരെ സുന്ദരമായ വസ്തുക്കളുടെ രൂപത്തിൽ, ഫരിസ്തയുടെ രൂപത്തിൽ കാണപ്പെടുന്നുണ്ടായിരുന്നു.
ബാബ പറഞ്ഞു, ബാബ ഈ ദൃശ്യം കാണിച്ചു തരികയാണ്. എന്നാൽ പ്രാക്ടിക്കലിൽ കുട്ടികളുടെ പുരുഷാർത്ഥത്തിലും ഇങ്ങനെയുള്ള തിളക്കവും ഇങ്ങനെയുള്ള ദിവ്യതയും കാണപ്പെടണം. അതിലൂടെ ലോകത്തുള്ളവരും ഇങ്ങനെ പറയണം, വാസ്തവത്തിൽ പുരുഷാർത്ഥവും ഭാഗ്യവും ഇവരുടേതാണ്. ബാബ ഇപ്രകാരം കേൾപ്പിക്കുകയായിരുന്നപ്പോൾ നമ്മൾ സാക്ഷി ദൃഷ്ടാവായി ദൃശ്യം കാണുകയും ബാബയുടെ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ബാബ പറഞ്ഞു, ഗുരുവാർ ദിവസത്തിൽ ബാബയുടെ അടുക്കൽ വതനത്തിൽ പല കുട്ടികളുടെയും ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള ഓർമ്മകൾ എത്തിച്ചേരുന്നു. കാര്യങ്ങളും ബാബ കേൾക്കുന്നു. ബാബ മനസ്സിൻ്റെ ഉള്ളിൽ പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. പിന്നെ ബാബ പറഞ്ഞു, കുട്ടികൾ ബാബയെ അല്ലാതെ മറ്റാരെ കേൾപ്പിക്കുവാനാണ്? ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സ്വയം കുട്ടികൾ ഭാരരഹിതമാക്കി മാറ്റുകയും ചെയ്യുന്നു. എന്നാൽ ബാബ തീർച്ചയായും കേൾക്കുകയും ചെയ്യുന്നു. പിന്നെ ഭോഗിന് നിമിത്തമായ ഏതെല്ലാം ആത്മകളുടെ ഓർമ്മകൾ നൽകിയോ ബാബ വളരെ സ്നേഹപൂർവ്വം അവർക്കും വിശേഷ ഓർമ്മകൾ നൽകി. പിന്നെ ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് ഭോഗ് സ്വീകരിപ്പിച്ച ശേഷം താഴെ എത്തിച്ചേർന്നു.